ഒറ്റപ്പാലം അർബൻ ബാങ്കിലെ മുക്കുപണ്ട പണയത്തട്ടിപ്പിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. CPIM തേൻകുറിശി മുൻ ലോക്കൽ സെക്രട്ടറി വാസുദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഭാര്യ ലക്ഷ്മി ദേവി അടക്കമുള്ള 7 പ്രതികളും കസ്റ്റഡിയിലായി. 24 എക്സ്ക്ലൂസീവ്. ശ്രീകുമാറിനുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ഈ സംഭവത്തിൽ ഇവരെ ദിവസങ്ങൾക്ക് ശേഷവും പിടികൂടാനാവാത്തത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? വിവരങ്ങൾ എന്തൊക്കെയാണോ? ഇന്നലെ CPIMന്റെ ഏരിയ കമ്മിറ്റി യോഗം, കുഴൽമന്ദം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഏരിയ കമ്മിറ്റി ഈ വാസുദേവനെ പുറത്താക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ തന്നെ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും പാലക്കാട് ജില്ലാ കോടതി തള്ളിയിരുന്നു. എന്തായാലും പ്രതികൾ മുഴുവൻ പേരും കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ DYSPയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവർ കൊല്ലം ഭാഗത്തായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ബാങ്ക് ജീവനക്കാരനായ മോഹനകൃഷ്ണൻ, ബാങ്കിലെ സീനിയർ അക്കൗണ്ടന്റ് ആണ് മോഹനകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ സഹോദരന്റെ സഹോദരി ഭർത്താവ് തേങ്കുറിശി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വാസുദേവൻ, അയാളുടെ ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവി, മകൻ വിവേകിന്റെ ഭാര്യ ശരണ്യ, കൂടാതെ തിരുവനന്തപുരം കൊല്ലം സ്വദേശികളായ 2 പേർ. അങ്ങനെയാണ് പ്രതികളുടെ ഒരു പട്ടികയാണ്. 7-അംഗ പട്ടികയാണുള്ളത്. എന്തായാലും പ്രതികളെ ഇപ്പോൾ കേരള എക്സ്പ്രസിൽ കൊണ്ടുവരുന്നുണ്ട് ഒറ്റപ്പാലത്തേക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ട് 6:30 മണിയോടുകൂടി എത്തിച്ചേരും. പ്രതികളെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകും. എന്തായാലും 46 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് എന്നാണ് ഒരു പ്രാഥമികമായ കണക്ക് ബാങ്കിന് ലഭിച്ചത്. കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോൾ മറ്റു മേഖലകളിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുക്കുപണ്ടം എവിടെ നിന്നാണ് ഇവർക്ക് ലഭിക്കുന്നത്, ഇത് ഉണ്ടാക്കി നൽകുന്ന ആളുകളുണ്ട് എന്നും പറയുന്നു. അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് ഒറ്റപ്പാലം പോലീസും ഷൊർണൂർ DYSPയും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്.